പി ജയരാജൻ. ശ്രീ പി ജയരാജൻ, ഇപ്പോൾ ഈ പ്രസ്താവന വിജയരാഘവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രസ്താവന ഒരു തുടർച്ചയാണ്. ഞാൻ നേരത്തെ 2 പ്രതികരണങ്ങൾ കാണിച്ചു. അതിൽ അദ്ദേഹം ഒന്ന്, ലീഗിന്റെ പാണക്കാട് തങ്ങന്മാരെ കാണാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പോകുന്നത് മതാധിഷ്ഠിതമായ സംഘടനകളെ കാണാൻ പോകുന്നു, ലീഗ് മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടാമത്തെ പ്രസംഗത്തിലും അദ്ദേഹം ന്യൂനപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടകരമെന്ന് പറയുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞു ലീഗ് ഈ പറയുന്ന ശക്തികളെയെല്ലാം ക്രോഡീകരിക്കുന്നു UDFന് വേണ്ടി എന്നുള്ളത്. ന്യൂനപക്ഷ ശക്തികളെ, സമ്മർദ്ദ ശക്തികളെ ക്രോഡീകരിക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ക്രിസ്ത്യൻ മേഖലകളിലേക്കടക്കം BJP കടന്നു കയറുന്നു. ആ ഇടത്ത് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് എങ്ങനെയും കടന്നു കയറുക, അത് ഈഴവ വോട്ടുകളാണെങ്കിലും മറ്റ് ഭൂരിപക്ഷ വോട്ടുകളാണ് എങ്കിലും അവിടേക്ക് കടന്നു കയറുക എന്ന നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമായി PB അംഗത്തിന്റെ അടക്കം പ്രതികരണത്തെ കാണേണ്ടതുണ്ടോ? ഇവിടെ മാധു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചർച്ച ചെയ്യാനാണ് താങ്കളെ പോലെയുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഞാനിവിടെ ഈ മുസ്ലിം ലീഗ് നേതാവ് ഷിബു മീരാന്റെ ചർച്ച കേട്ടിട്ട് കുറച്ച് കൗതുകത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ കാഴ്ചപ്പാടുകളും അവരിപ്പോ ഉപേക്ഷിച്ചിട്ടുണ്ടോ ഷിബു? ഇവിടെ മൗദൂദി മുന്നോട്ട് വെച്ച ആശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ തെക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന സംഘടനയാണോ ജമാഅത്തെ ഇസ്ലാമി? മൗദൂദിയുടെ പ്രസ്ഥാനം ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് ഈ മൗദൂദിയുടെ അനുയായികളാണ്. പേര് മാറ്റം എന്താണ്? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി എന്നത് മാത്രമാണ്, BJI. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. നമ്മുടെ രാജ്യത്തിലെ ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകമായിട്ടുണ്ട്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ഷിബു മേരാനോട് ചോദിക്കുന്നത്, മുസ്ലിം ലീഗിന് ഈ മൗദൂദിയുടെ ആശയങ്ങളോട് യോജിപ്പുണ്ടോ എന്നതാണ്. ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള കാഴ്ചപ്പാട് ഇതേവരെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറഞ്ഞതായിട്ട് നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാധു ഇവിടെ ചോദിക്കുന്നത് മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തിയായിട്ട് ലീഗ് മാറുന്നുണ്ടോ എന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ പാണക്കാട് തങ്ങള് ഇവിടെ നേരത്തെ ചന്ദ്രിക പത്രത്തിൽ ഒരു ലേഖനം എഴുതിയല്ലോ. തുർക്കിയിലെ ഹഗിയ സോഫിയ ദേവാലയം അതൊരു മുസ്ലിം പള്ളിയാക്കി പരിവർത്തിപ്പിച്ചതിനെ അനുകൂലിച്ചുകൊണ്ട് സാദിഖലി തങ്ങള് ചന്ദ്രിക പത്രത്തിൽ ലേഖനം എഴുതിയല്ലോ. അത് വർഗീയതയാണെന്ന് തുറന്നു പറഞ്ഞത് അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. ഇവിടെ വിജയരാഘവൻ എന്തോ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു, പാർട്ടിയുടെ സമീപനത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു നില സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ CPMന്റെ പാർട്ടി പരിപാടി വായിക്കണമെന്നാണ് എല്ലാവരോടും പറയാനും. ആ പാർട്ടി പരിപാടിയിൽ കൃത്യമായി പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയാണ് രാജ്യത്ത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ വിപത്ത്. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം ഇന്നത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ പി ജയരാജൻ, പക്ഷെ അങ്ങനെയല്ലല്ലോ വിജയരാഘവൻ പറഞ്ഞത്. ഞാൻ അങ്ങ് ആ പരാമർശം നടത്തിയപ്പോൾ വിജയരാഘവൻ നടത്തിയ മറ്റൊരു പരാമർശം അങ്ങേക്ക് കൂടി കേൾക്കാൻ ഉതകുന്ന തരത്തിൽ കേൾപ്പിക്കുകയുണ്ടായല്ലോ. അതിൽ അദ്ദേഹം ന്യൂനപക്ഷ വർഗീയതയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന് പറഞ്ഞു പോകുന്നത് അങ്ങ് കേട്ടതല്ലേ? അതായത് ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് CPMന്റെ നിലപാട്. ഇവിടെ ന്യൂനപക്ഷ വർഗീയത പലയിടത്തും ആപത്തായി തീരുന്നുണ്ട്. അത് വിജയരാഘവൻ പറഞ്ഞാൽ തെറ്റാകുമോ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ആക്രമണം അതാണല്ലോ 2010 തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ അധ്യാപകന് നേരെ ഉണ്ടായിട്ടുള്ളത്. അങ്ങത് നേരത്തെയും പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങത് CPMന്റെ പാർട്ടി പരിപാടിയായി വിശദീകരിക്കുന്ന സമയത്ത് ശ്രീ പി ജയരാജൻ വിജയരാഘവൻ പറഞ്ഞത് എന്താണ്? എന്റെ വാചകം പൂർത്തീകരിക്കട്ടെ. പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള ആളുകളാണല്ലോ ISISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അതിന് ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള കാഴ്ചപ്പാട് അവരുപേക്ഷിച്ചതായിട്ട് ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചന്ദ്രിക പത്രത്തിൽ മുമ്പ് ഒരു ലേഖന പരമ്പര പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ചന്ദ്രിക പത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. അത് പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ നിലപാട് ഷിബു മീരാൻ നിങ്ങളുടെ ലീഗ് മാറ്റിയിട്ടുണ്ടോ? അതിനുശേഷം കോട്ടക്കലിൽ വെച്ച് ഈ ജോസഫ് മാഷയുടെ കൈവെട്ട് കേസിനെ തുടർന്ന് മതസംഘടനാ യോഗം വിളിച്ചപ്പോ അവര് ബഹിഷ്കരിച്ചു, അവരെ പങ്കെടുപ്പിച്ചില്ല ജമാഅത്തെ ഇസ്ലാമിയെ. ആ നിലപാട് ലീഗ് മാറ്റിയിട്ടുണ്ടോ? എന്തെന്ന് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ പങ്കെടുപ്പിക്കാതിരുന്നത്? അപ്പോ അതിനെ തുടർന്ന് മാധ്യമം പത്രത്തിൽ
ലീഗിന്റെ തീവ്രവാദ വിരുദ്ധ നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് ലേഖനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തലക്കെട്ട് എന്താണെന്നറിയോ? തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം. നിങ്ങൾ തീവ്രവാദത്തിന്റെ കോട്ടക്കൽ കഷായം ഇപ്പൊ കുടിക്കാൻ തുടങ്ങിയോ? ലീഗ് പി ജയരാജൻ, ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ശ്രീ ഷിബു മീരാൻ പറയട്ടെ. പക്ഷേ പാർട്ടി പരിപാടി എന്ന് അങ്ങ് വിശദീകരിക്കുന്ന ഇടത്ത് ഈ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയപരിപാടി എന്ന് അങ്ങ് വിശദീകരിക്കുന്ന സമയത്ത് എ വിജയരാഘവൻ പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയാണ് കൂടുതൽ പേടിക്കുന്നത്. ഈ വർഗീയത എല്ലാം ചെറുക്കേണ്ടതല്ലേ? അതിൽ എന്ത് ഭൂരിപക്ഷ വർഗീയത, എന്ത് ന്യൂനപക്ഷ വർഗീയത? രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക്, മനുഷ്യന്റെ സാഹോദര്യത്തിനെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും ഒരുപോലെ ചേർക്കപ്പെടേണ്ടതല്ലേ? CPM-ന് കൃത്യമായിട്ട് നിലപാടുണ്ട് മാധു. അതായത് രാജ്യത്ത് ഏറ്റവും വിപത്ത് ജനാധിപത്യ വ്യവസ്ഥക്കും മതനിരപേക്ഷതക്കും അതുൾപ്പെടെയുള്ള ഭരണഘടനയും ഒക്കെ ഏറ്റവും വലിയ വിപത്ത് രാജ്യത്തിലെ ഹിന്ദുത്വ തീവ്രവാദ ശക്തിയാണ് RSS സംഘപരിവാരം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ RSS സംഘപരിവാരം നുഴഞ്ഞു കയറാൻ വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളെയും CPM ആണ് എതിർത്ത് തോൽപ്പിച്ചത്. കായികമായിട്ടുള്ള ആക്രമണങ്ങളെയും ചെറുത്ത് 218 സഖാക്കളുടെ ജീവാർപ്പണത്തിലൂടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ പോരാടിയിട്ടുള്ള പാർട്ടിയാണ് CPM. അല്ല, അപ്പൊ എ വിജയരാഘവൻ പറഞ്ഞതോ അതും ഈ പറയുന്നത് പോലെ ഒരു പ്രസംഗത്തിൽ നിന്ന് നടത്തിയെടുത്തതാണോ ശ്രീ പി ജയരാജൻ? ആ ന്യൂനപക്ഷ വർഗീയ നീക്കങ്ങളെയും ഞങ്ങൾ എതിർക്കും. ന്യൂനപക്ഷ വർഗീയ നീക്കങ്ങളെയും എതിർക്കേണ്ടതുണ്ട്. അതിനെ എതിർക്കുമ്പോ ഇത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. അല്ല, ലീഗ് സമം മുസ്ലിം അല്ല, അതുപോലെ തന്നെ മുസ്ലിം സമം തീവ്രവാദമല്ല. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് CPIM. അതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിലപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി പരിപാടിയെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ അംഗത്തിന് വലിയ പിടിപാടില്ല എന്ന് പറഞ്ഞു പോകേണ്ടി വരും ശ്രീ പി ജയരാജൻ. ഞാൻ അങ്ങനെയൊക്കെ വരാം. കൃത്യമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിലപാടുണ്ട്. അതെ, CPM-ന് കൃത്യമായ നിലപാടുണ്ടെന്ന് CPM പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോളിറ്റ് ബ്യൂറോ അംഗം മുക്കിന് ഈ പറയുന്ന ആളുകളുടെ കയ്യടി കേൾക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കാര്യങ്ങൾ പറയുന്ന ഇടത്ത് എ വിജയരാഘവൻ എവിടെ പിഴച്ചു പോകുന്നുണ്ട്? അനിൽ അക്കര പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് കൂടി മറുപടി പറയാം. അനിൽ അക്കര ഇവിടെ പറഞ്ഞല്ലോ, അവിടെ 6 ലക്ഷം വോട്ട് കിട്ടി, അതൊക്കെ വർഗീയവാദത്തിന്റെ വോട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ SDPI-യുടെയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ നിങ്ങൾ വാങ്ങിച്ചല്ലോ. അത് വേണ്ട എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നില്ല? അതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. അത് നമുക്ക് അനിലക്കരോട് ചോദിക്കാം. ശ്രീ പി ജയരാജൻ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. അത് നമുക്ക് ചോദിക്കാം. ബലൂൺ പിടിച്ചാൽ മതി എന്നല്ലേ ലീഗിന്റെ നേതാക്കന്മാര് പറഞ്ഞിട്ടുള്ളത്? അത് നമുക്ക് ചോദിക്കാം. ബലൂൺ മതി, പച്ച കുടി വേണ്ട. അത് നമുക്ക് ചോദിക്കാം ശ്രീ പി ജയരാജൻ.